വോട്ടുകൊള്ള വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയെ പ്രവർത്തകർ സ്വീകരിച്ചു. CPIഎമ്മുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ അദ്ദേഹം ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കമ്മീഷണർ ഓഫീസ് മാർച്ചിലും സുരേഷ് ഗോപി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ആശുപത്രിയിൽ പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം തൃശ്ശൂരിലെ MP ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു സുരേഷ് ഗോപി. സമ്പൂർണ്ണ മൗനത്തിന്റെ ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ നടപ്പും പോക്കും എല്ലാം. നടരാജ്, സംസാരിക്കേണ്ട മാധ്യമങ്ങളോട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ഈ കള്ളത്തരത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച മട്ടാണോ? നിഷാദ്, ഒരു കാൽക്കുലേറ്റഡ് മൗനം, കാൽക്കുലേറ്റഡ് സൈലൻസ് തന്നെയാണ് കേന്ദ്രമന്ത്രി പുലർത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. സാധാരണ അദ്ദേഹം മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ പറയാറുണ്ട്, ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കാൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്, ക്ഷുഭിതനാവാറുണ്ട്, ചില സമയം തുറന്ന് സംസാരിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാൽക്കുലേറ്റഡ് മൗനമാണ് അവലംബിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അല്പസമയം മുമ്പാണ് അദ്ദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം അദ്ദേഹം പ്ലാറ്റ്ഫോം മുഴുവൻ നടക്കുമ്പോഴും അദ്ദേഹത്തിനൊപ്പം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിന്നീട് അശ്വിനി ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് കിടക്കുന്ന പ്രവർത്തകരെ കാണാൻ അദ്ദേഹം എത്തി. അവിടെയും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചില്ല. ആശുപത്രിക്ക് അകത്തടക്കം മാധ്യമപ്രവർത്തകർ കയറിയിരുന്നു, പക്ഷേ ഒന്നും സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ MP ഓഫീസിലാണ്. ഇവിടെ അല്പസമയം അദ്ദേഹം ഓഫീസിനകത്തോട്ട് പോയി. അവിടെയും അദ്ദേഹം മിണ്ടുന്നില്ല. സുരേഷ് ഗോപി മിണ്ടുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. നമുക്ക് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വിജയം മാനിപ്പുലേറ്റഡ് വിക്ടറി ആണെന്ന് CPI ആരോപിക്കുന്നു, കോൺഗ്രസ് ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്താണ്? അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിന്നും മടങ്ങിപ്പോയി അത് വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് എതിരാളികൾ ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ സഹോദരന് ഇരട്ട വോട്ടുണ്ടെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്താണ്? BJP വ്യാപകമായി പല സ്ഥലങ്ങളിലും വോട്ട് ചേർത്തുവെന്ന് ആരോപണം വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? മീഡിയ വൺ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പുറത്തുവിട്ട തെളിവുകളിൽ കേന്ദ്രമന്ത്രിക്കും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇക്കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം അദ്ദേഹത്തിനെതിരെ TM പ്രതാപൻ കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിലെ ആരോപണങ്ങൾക്ക് കേന്ദ്രമന്ത്രിക്ക് പറയാനുള്ള മറുപടി എന്താണ്? അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം മൗനം ഭഞ്ജിച്ചിട്ടില്ലെന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപമുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബാക്കി. പക്ഷെ ഒരു കാര്യത്തിനും സുരേഷ് ഗോപിക്ക് മറുപടിയില്ല. അദ്ദേഹം തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിലെ ജനത, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും ഇതിലുണ്ട്. അതിൽ തൃശ്ശൂരിലെ MP എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്താണ് മറുപടി പറയാനുള്ളത്, കേന്ദ്രമന്ത്രി എന്താണ് മറുപടി പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിഷാദ്, എല്ലാ സഹായത്തിനും നന്ദി എന്നോ മറ്റോ ഒരു വാചകം പറഞ്ഞതായി കേട്ടു നടരാജ്. അദ്ദേഹം നന്ദി എന്നൊരു വാക്ക് പറഞ്ഞ് നടന്നു പോവുകയായിരുന്നു. പക്ഷെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിനുള്ള മറുപടിയാണ് നമുക്ക് വേണ്ടത്. അക്കാര്യത്തിൽ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയില്ല. നിഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, വരുന്ന വഴിയിലൊക്കെ തന്നെ മൈക്കിലൂടെ മാധ്യമങ്ങൾ അദ്ദേഹത്തോടുള്ള ഓരോ ചോദ്യങ്ങളും ചോദിച്ചു. ഒരു ചോദ്യത്തിനും അദ്ദേഹം ഒരു മറുപടി പറഞ്ഞില്ല. ഒരു സമയത്തോ മറ്റോ ആണ് അദ്ദേഹം നന്ദി എന്നൊരു വാക്ക് പറഞ്ഞ് പോയത്. മറ്റു സമയങ്ങളിലൊന്നും അദ്ദേഹം ഒന്നും പറയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുക എന്നുള്ളതാണ്. അതായത് നന്ദി എന്ന വാക്കല്ല നമുക്കിപ്പോൾ വേണ്ടത്. ഇത്തരം ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് എന്തു മറുപടിയുണ്ട് എന്ന് നമുക്കറിയണം. ആരോപണങ്ങളിൽ എന്തു മറുപടിയുണ്ട്? സഹോദരൻ ഇരട്ട വോട്ട് ചേർത്ത സംഭവത്തിൽ എന്തു മറുപടിയുണ്ട്? ഇതിനെ അദ്ദേഹം എങ്ങനെ ന്യായീകരിക്കുന്നു? അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയാണ് വിവിധ കോണുകളിലുള്ളവർ. ഇക്കാര്യത്തിൽ അദ്ദേഹം എന്തു മറുപടി പറയുന്നു? ധാർമ്മികമായി അദ്ദേഹം ഈ സീറ്റിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിയുമോ? കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ട്. അതിനെന്തു മറുപടിയുണ്ട്? നമ്മൾ പുറത്തുവിട്ട വാർത്തയിലെ തെളിവുകളിൽ എന്ത് മറുപടിയുണ്ട്? ഇതൊക്കെ തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുമായും BJP പ്രവർത്തകരുമായും അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് മറുപടികളാണ്. അത് സുരേഷ് ഗോപിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ഈ വോട്ടർ പട്ടികയിലെ കള്ളത്തരമെല്ലാം പുറത്തു വന്നതിന് ശേഷം ആദ്യമായി തൃശ്ശൂരിൽ വരികയാണ്. വന്ന അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു, താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? താങ്കളുടെ വിജയത്തിന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ നടന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നല്ലോ, അദ്ദേഹം അതിനെക്കുറിച്ച് ഉത്തരം പറയുന്നില്ല. താങ്കളുടെ ഡ്രൈവർ കള്ളവോട്ട് ചേർത്തല്ലോ, ഉത്തരമില്ല.
BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരിൽ വന്ന് വ്യാജവിലാസമുണ്ടാക്കി വോട്ട് ചെയ്തല്ലോ, അതിനെക്കുറിച്ച് ഉത്തരമില്ല. RSS നേതാവും ഭാര്യയും വ്യാജ വോട്ടുണ്ടാക്കി ചെയ്തല്ലോ, ഉത്തരമില്ല. ഒരാൾക്കൊന്നിലധികം ID കാർഡ് ഉണ്ടല്ലോ, ഉത്തരമില്ല. അപ്പോൾ സുരേഷ് ഗോപി വലിയ ജനസ്വീകാര്യതയോടെ വിജയിച്ച ഒരാളാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയും അവകാശപ്പെടുമ്പോഴും സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്നതിന്റെ വസ്തുത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കർണാടകയിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് രാജ്യത്ത് പലയിടത്തായി നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സുരേഷ് ഗോപി നിശ്ചയമായും ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഈ നടന്നിരിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ സുരേഷ് ഗോപി ഗുണഭോക്താവായ കള്ളത്തരമാണ് എന്നാണ് കേരളം മനസ്സിലാക്കുന്നത്. കാരണം വോട്ടർ പട്ടികയിൽ നടത്തിയ കള്ളത്തരങ്ങളുടെ എല്ലാം ഒരു വശത്ത് BJPക്കാരുണ്ട്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുണ്ട്, RSS നേതാവുണ്ട്, BJP ഡ്രൈവറുണ്ട്, സുരേഷ് ഗോപിയുടെ സഹോദരനുണ്ട്. അങ്ങനെ സുരേഷ് ഗോപിയുമായി ചേർന്ന് നിൽക്കുന്നവർ, രാഷ്ട്രീയമായും ബന്ധുപരമായും എല്ലാം സുരേഷ് ഗോപിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കാണിച്ച തട്ടിപ്പിന്റെ വിശദാംശം പുറത്തു വരികയാണ്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനും ഭൂരിപക്ഷം ഉണ്ടാക്കാനുമെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അദ്ദേഹം അറിഞ്ഞോ? അതാണ് മറുപടി വരേണ്ട കാര്യം. ഈ ക്രമക്കേടുകൾ ചെയ്തു കൂട്ടിയത്, ആസൂത്രിതമായ ഈ ജനാധിപത്യ സംവിധാന അട്ടിമറി പ്രവർത്തനം നടത്തിയത് സുരേഷ് ഗോപിയുടെ മൗനാനുവാദത്തോടെയായിരുന്നോ അതോ ആസൂത്രണത്തിൽ അദ്ദേഹത്തിനും പങ്കാളിത്തം ഉണ്ടായിരുന്നോ? ഈ ചോദ്യമാണ് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല, മൗനം അവലംബിക്കുകയാണ്. വലിയ ഹീറോയിക് ഡയലോഗുകൾ കൊണ്ട് മാധ്യമങ്ങളെ എപ്പോഴും നേരിട്ട് പോന്നിരുന്ന ഒരാൾ പക്ഷേ ഇപ്പോൾ ദീർഘമൗനം അവലംബിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം ആ ചോദ്യത്തിന് താൻ എന്തുമാത്രം ഒരു പരിതസ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്ന്. കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ ഇരട്ട വോട്ട് ചെയ്തതിനെക്കുറിച്ച് മറുപടി പറയണം. നീതിയുടെ വലിയ സൂര്യനായി സ്വയം പരിചയപ്പെടുത്തുകയും അണികളാൽ അങ്ങനെ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം അദ്ദേഹം നീതിയുടെ പതാകവാഹകനായിരുന്നു. പക്ഷേ ഇവിടെ കള്ളവോട്ട് എങ്ങനെ ഉണ്ടായി? അടിസ്ഥാന ജനാധിപത്യ സംഹിതക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ തന്റെ ആളുകൾ പങ്കാളികളായിരിക്കുന്നു തന്നെ വിജയിപ്പിക്കാൻ എന്നതിന് മറുപടി പറയാൻ സുരേഷ് ഗോപിക്ക് എങ്ങനെ കഴിയുമെന്നുള്ള വലിയ ചോദ്യം ഉയർന്നു നിൽക്കെ അദ്ദേഹം വളരെ ഹീറോയിക് എന്ന് സ്വയം മാത്രം തോന്നിപ്പിക്കുന്ന ഒരു മൗനം എടുത്തണിയുകയാണ്. അതുപോരല്ലോ. അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ടെങ്കിൽ, വായടപ്പിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആ മറുപടി പറയേണ്ട ഒരു അതിപ്രധാനമായ ഘട്ടമാണിത്. പക്ഷേ സുരേഷ് ഗോപി മൗനം അവലംബിക്കുന്നത്. ഈ ചോദ്യം മാത്രമല്ല, ഈ ചോദ്യം കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ഹിന്ദുത്വരാൽ വേട്ടയാടപ്പെട്ടപ്പോൾ താങ്കൾ എവിടെയായിരുന്നു എന്ന ചോദ്യം അടുത്തത് വരുമെന്ന് സുരേഷ് ഗോപിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം മൗനം അവലംബിക്കുന്നു എന്ന് വിചാരിക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ.